ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണുള്ളത്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപററിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരു പവർഫുള്ളായിട്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങളുടെ ഒരു പവറൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്ന ദിവസമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വേർഡ്സിന് മറ്റുള്ളവരുടെ മുമ്പിലൊരു അധികാരത്തിൻ്റെ ധ്വനിയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെയധികം റെസ്പെക്റ്റ് കിട്ടാനും നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവർ അംഗീകരിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. കാരണം നിങ്ങളെ ഒറ്റയ്ക്ക് ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങളത് നടത്തും. അപ്പോൾ അതിനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവുള്ള ആളാണ് നിങ്ങൾ എന്ന് ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില അവസരങ്ങൾ നിങ്ങൾ ഇന്ന ദിവസം പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഈ ഓർഡർ ഇല്ലാത്ത ചിലയിടങ്ങളിൽ നിങ്ങളൊരു ഓർഡർ, ഒരു സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു റൂള്, നിങ്ങളുടെ ഒരു പവറിനെ നിങ്ങൾ ഇന്നേ ദിവസം കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ഇമ്പാർഷ്യലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ടാവും. നിങ്ങളെ എല്ലാവരും മറ്റുള്ളവർ വളരെയധികം ആരാധനയോടുകൂടി നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ഓറയൊക്കെ എല്ലാവരും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ദിവസം കൂടിയായിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, നിങ്ങൾ വളരെയധികം പ്രൊട്ടക്ഷനുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇന്ന് വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ മേലധികാരി എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ചിലപ്പോൾ കാർക്കശ്യമൊക്കെ നിങ്ങളോട് കാണിക്കാനോ, അപ്പോൾ നിങ്ങളുടെ പവർ തിരിച്ച് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിനൊക്കെ ചിലപ്പോൾ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ഇത് ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, ഇമ്പാർഷ്യലായിട്ടിരിക്കുക, നിങ്ങളുടെ ഭാഗം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപറർ. രണ്ടാമത്തെ കാർഡ് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു ഈസി ഗോയിങ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചില കാര്യങ്ങളെ നമ്മൾ ഹൃദയത്തിൽ എടുത്തു വെച്ചിട്ട് അതിനെ ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളെയൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്നതായിട്ടും ഈസി ഗോയിങ് ആയിട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ സില്ലി ആയിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട്. ചിലപ്പം പാസ്റ്റിലുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ സട്ടിലായിട്ട് കാണാൻ, മുമ്പ് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രശ്നമില്ലാതെ നിങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നിങ്ങളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് വേറൊരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു പുതിയ തുടക്കമാണ്, നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ യാത്രയാണ്, പുതിയ തുടക്കമാണ്. ഇന്ന് എന്തായാലും ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്, പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ റിസ്ക് എലമെൻറ്റ്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ അതിനെല്ലാം ഒഴിവാക്കി നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ എനർജി ഏതാണോ ആ എനർജിയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ എനർജിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വരുന്നത് പോലെ വരട്ടെ, അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഈസി ഗോയിങ് മട്ടിലാണ് ഇന്ന ദിവസം പോകുന്നത്. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് വന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്, കാത്തിരുന്ന കാര്യം എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, ഒരു ജോലിക്കാര്യമായിരിക്കാം, എന്താണോ നിങ്ങൾ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ്, ഒരാൾ നിങ്ങളെ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഒരു ജോലി ഓഫർ ആയിരിക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ വരുന്ന ആൾ വളരെ സ്റ്റേബിളാണ്, വളരെ ക്രിയേറ്റീവാണ്, വളരെ വിശ്വസിക്കാവുന്ന ഒരാളായിട്ടാണ് വരുന്നത്. ഒരു റൊമാൻറ്റിക് ചാം എന്നാണ്. അതായത് നമ്മൾ വിചാരിക്കും ഇത് എന്താണത്, വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട. വളരെ റൊമാൻറ്റിക് ആണ്, വളരെ ചാമിങ് ആണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് തിരിച്ച് വരുന്നത്. ഓക്കെ, വളരെ എന്താണ് ഇമോഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിട്ടായിരിക്കും വരുന്നത്. ഈ പേഴ്സൺ ചിലപ്പോൾ മുമ്പ് നിങ്ങളോട് ഹെഡ് ഓവർ ഹാർട്ട് ആയിരിക്കും. ഈ കിങ് ഓഫ് സ്വോർഡിൻ്റെ ഒക്കെ എനർജി പറയുന്നത് കിങ് ഓവർ ഹാർട്ട് എന്നാണ്, സോറി ഹെഡ് ഓവർ ഹാർട്ട് എന്നാണ്. അപ്പോൾ ഹെഡ് ഓവർ ഹാർട്ട് അല്ല, ഇയാൾ പ്യുവർലി ഹാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് നമ്മളിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇതൊരു പ്രപ്പോസൽ ആയിരിക്കാം, ഒരു ജോലി സാധ്യതയായിരിക്കാം, അങ്ങനെ എന്തോ ആകാൻ സാധ്യതയുണ്ട്. അടുത്ത കാർഡ് വേൾഡ് കാർഡാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് മൂടി വെക്കാൻ മറന്നു. എനിക്ക് റെസ്ട്രിക്ഷൻ അടിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മൂടി വെച്ചില്ലല്ലോ. ഓക്കെ, ഇത് വേൾഡ് കാർഡാണ്. എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് നോക്കാം. ഒരു സക്സസിൻ്റെയും വിക്ടറിയുടെയും കംപ്ലീഷൻ്റെയും ദിവസമാണ്. അപ്പം എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത് എന്നൊരു ക്ലാരിറ്റി നോക്കാം. എന്തിനാണ് ക്ലാരിറ്റി, അപ്പോൾ എന്തിനാണ് ക്ലാരിറ്റി എന്നല്ല, എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത്. വേൾഡ് കാർഡ് ശരിക്കും ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്, ഒരു സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്നത്, എന്തിലാണ് നിങ്ങൾക്ക് സക്സസ് അല്ലെങ്കിൽ കംപ്ലീഷൻ ഉള്ളതെന്ന് നോക്കാം. അതിനകത്ത് 4 ഓഫ് സ്വോർഡ്സും 3 ഓഫ് പെൻറ്റക്കിൾസുമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു ടീം വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അവിടെ ഇപ്പോൾ നിശ്ചലമായിട്ടാണ് അതിരിക്കുന്നത് എങ്കിൽ, ഒരു ടീമിൽ നിങ്ങൾ ഒട്ടും ആക്റ്റീവായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇന്ന ദിവസം ഒരു സക്സസ് വരുന്നതായിട്ടും അത് ഒരു കംപ്ലീഷനിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസിനോട് ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിങ്ങനെ. 10 ഓഫ് വാൺസും 9 ഓഫ് വാൺസും ആണ്. അപ്പോൾ 10 ഓഫ് വാൺസും 9 ഓഫ് വാൺസും ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഭയമുള്ളത് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഭയമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇത് മിക്കവാറും ബോണ്ട് എനർജി ആയതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളുടെ പാഷനാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. അവിടെ ആ റിലേഷൻഷിപ്പ് സ്റ്റക്കാണെങ്കിൽ അവിടെ അതൊരു കംപ്ലീഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിശ്ചലമായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളത് തിരിച്ചു വരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. കാരണം അത് ഓവർ ബേർഡൻ്റെ കൂടെ ആയിട്ടുള്ള ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൂടെയാണ്. അപ്പോൾ അവിടെ ഒരു സക്സസ് ഉണ്ടാകുന്നതാണ്. അത് തന്നെയാണ് ഈ കാർഡും പറയുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നതും അത് തന്നെയാണ്, സക്സസ് ഉണ്ടാകുന്നതാണ്, നിങ്ങളിലേക്ക് ആ ആൾ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒരാൾ നിങ്ങളിലേക്ക്, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. അവിടേക്കാണ്, അതാണ് ഇത് വേൾഡ് കാർഡ്. ഈ വേൾഡ് കാർഡിലെ ഈ ലേഡി നോക്കുന്നതും ഈ നൈറ്റിനെയാണ്. അപ്പോൾ ഇയാൾ വരുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു റിയൂണിയൻ്റെ കാർഡാണിത് കേട്ടോ. അടുത്ത കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്നും ചെയ്യുന്നതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ചെയ്യാനുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളാണ്, എന്നും ചെയ്യുന്നതല്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതായിട്ട് കാണുന്നത്. 7 ഓഫ് കപ്സ് ചിലപ്പോൾ അത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, വീട് പണിയുമായി ബന്ധപ്പെട്ടാകാം, വീട് വാങ്ങിക്കുക, ഫ്ലാറ്റ് വാങ്ങിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാകാം, ഷോപ്പ്, എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് ആയിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാം, നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് നിങ്ങൾക്ക് വീതം വെച്ച് കിട്ടുന്നതായിരിക്കാം, നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്നതോ കല്യാണ നിശ്ചയം, വാക്ക് കൊടുക്കൽ, അങ്ങനെ എന്തെങ്കിലും ആകാം, കല്യാണമാകാം, കല്യാണവുമായി ബന്ധപ്പെട്ട പർച്ചേസിങ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേയൊക്കെ ഗോൾഡ് പർച്ചേസിങ്ങോ ഡ്രസ്സ് പർച്ചേസിങ്ങോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാകാം, കല്യാണത്തിൽ പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാകാം, പിന്നെ വീട് കയറിക്കൂടൽ, അങ്ങനെയുള്ള ആഘോഷങ്ങളാകാം, അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകാം. അങ്ങനെയുള്ള എന്തോ ഒരു പ്രത്യേകതരം കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. എന്നും ചെയ്യുന്നതല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന ദിവസം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് ധാരാളമായിട്ട് പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ഇന്ന ദിവസം പണം വന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക, ജനറസ് ആയിരിക്കുക. മറ്റുള്ളവർക്ക് അവരർഹിക്കുന്ന പരിഗണനയും സ്നേഹവും കൊടുത്തുകൊണ്ട് അവരോട് സംസാരിക്കുക. നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ മാവ് നമ്മൾ പറയുമല്ലോ, മാങ്ങയുള്ള
കമ്പിലെ എയറുള്ളതെന്ന്. അപ്പോൾ അതുപോലെയാണ് അത്. മാവിൻ്റെ കമ്പും അങ്ങനെ തന്നെയാണ്. നിറയെ മാങ്ങ ഉണ്ടെങ്കിൽ അത്രയും അത് താഴോട്ട് താന്നു വരും. അപ്പോൾ എത്രത്തോളം നമ്മൾ എത്രത്തോളം ഉയരത്തിലാണോ നമ്മുടെ ശേഷി, അതിനനുസരിച്ച് നമ്മൾ വിനയമുള്ളവരാവുക എന്നാണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിളും പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ദൈവം ധാരാളമായിട്ട് തരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക, നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും കൂടി അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനറസ് ആയിരിക്കുക, ഉദാരമനസ്കതയുള്ളവരായിരിക്കുക, മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളവരായിരിക്കുക, മറ്റുള്ളവരെയും കൂടെ കരുതുക. നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത കാർഡ് 6 ഓഫ് പെൻറ്റക്കിളാണ്. ഇത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഇന്ന ദിവസം ദാനം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകളിലേക്കാണോ എത്തുന്നതെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. കാരണം മറ്റുള്ളവരിലേക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അർഹതയില്ലാത്ത ആളുകളിലാണെങ്കിൽ എത്ര കൊടുത്താലും കൊടുത്തണം കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുന്ന ആളുകൾക്ക് അത് നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കാനുള്ള അർഹതയുണ്ടോ, അവർക്ക് തന്നെയാണോ നമ്മൾ കൊടുക്കുന്നത്, അവരിലേക്കാണോ നമ്മൾ കൊടുക്കുന്നതൊക്കെ എത്തുന്നത് എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെയും പറയുന്നത് നിങ്ങൾ റിസീവിങ് ആൻഡ് ഗിവിങ് ആൻഡ് റിസീവിങ്, അതുപോലെ ഷെയറിങ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ജനറസ് ആയിരിക്കുക, ചാരിറ്റി ചെയ്യുക, ഇങ്ങോട്ട് കിട്ടിയതുപോലെ നിങ്ങൾ അങ്ങോട്ടും കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത് പോലെ ഇങ്ങോട്ടും മേടിക്കുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ കൊടുക്കുന്നത് എന്ത് തന്നെയായാലും അത് സ്വീകരിക്കാൻ അർഹതയുള്ള ആളുകളാണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് എംപ്രസിൻ്റെ കാർഡാണ്. അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാംസിൽ നിങ്ങൾ നൃത്തം, വരയ്ക്കൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ്. അതുപോലെ നിങ്ങളെ തന്നെ വളരെയധികം സുന്ദരികളും സുന്ദരന്മാരുമായി കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ്. സെൽഫ് ലവ് ചെയ്യുന്ന ദിവസമാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഏറ്റവും കൂടുതലുള്ള ദിവസമാണ്. നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെയും അതുപോലെ 22 രാശികളുടെയും ഒക്കെ അനുഗ്രഹമുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുന്ന ദിവസം, ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചായിരിക്കും പോകുന്നത്. അതുപോലെ പറയുന്നത് ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ ഇതൊരു പ്രഗ്നൻറ്റ് ലേഡി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കിന്നൊരു സന്തോഷ വാർത്ത കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വളരെ ഹാപ്പി ആയിട്ട്, വളരെ മോഡസ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഫെർട്ടൈലായിട്ടാണ് ഉള്ളത്. ഓക്കെ, അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഇത് വീണ്ടും പെൻറ്റക്കിൾസിനെ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഇന്ന് വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അബണ്ടൻസിൻ്റെ ദിവസമാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നതായിട്ടും നിങ്ങളിലേക്ക് പണം ആവശ്യത്തിന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ഫിനാൻഷ്യൽ ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ജോലി ഓഫറോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സംരംഭത്തിലേക്ക് കടക്കാനൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പുതിയൊരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് മജീഷ്യൻ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, ഇതും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. രാവിലെ എണീറ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നു അത്രത്തോളം നമുക്ക് അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നേക്കുന്നത് സ്റ്റാറാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് സ്റ്റാറാണ് വന്നേക്കുന്നത്. അപ്പം വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഹീലിംഗ് ആവശ്യമുള്ളൊരു ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ നല്ല ഹീലിംഗ് നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ എംബററിനൊരു ക്ലാരിറ്റി എടുക്കട്ടെ. എംബറർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല. എന്തുകൊണ്ടാണ് എംബറർ വന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ. എന്തുകൊണ്ടാണ് എംബറർ വന്നിരിക്കുന്നത്? 9 ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് കപ്സുമാണ്. വീണ്ടും ഇവിടെ 7 ഓഫ് കപ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ
എന്തുകൊണ്ട് എംപറർ എന്ന് ചോദിച്ചാൽ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് കപ്സും വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ നിങ്ങളുടെ അതോറിറ്റി തീരുമാനിക്കുന്നതാണ്. അപ്പം നിങ്ങൾ സാധാരണ എന്ത് ജോലിയാണോ നിങ്ങളുടെ തൊഴിലിടത്ത് ചെയ്യാറുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ദിവസം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി നിങ്ങളുടെ അതോറിറ്റി ആരാണോ അവർ നിങ്ങളെ കമ്പൽ ചെയ്യുന്നുണ്ടാവും, നിർബന്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ആ ഒരു പവർ കാണിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിൽ വേണമെങ്കിൽ വിചാരിച്ചോ, അതിന് എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഗൈഡൻസ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? അൺലൈക്ലി. ഓക്കെ, എന്ന് വെച്ചാൽ അൺലൈക്ലി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ, അസാധാരണമായിട്ടെന്നോ അങ്ങനെയാണ് അൺലൈക്ലി. ഓക്കെ, അടുത്തത് ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ, യൂറിനറി ബ്ലാഡറിന് എന്തെങ്കിലും ഒരു പ്രശ്നം, വയറ്റിൽ ബാക്ടീരിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഷിവറിങ് ഒക്കെ തോന്നുന്നുണ്ട് എങ്കിൽ, പനി വരുന്നതിന് മുമ്പേ ഷിവറിങ് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. കാരണം നിങ്ങളുടെ ബോഡിയിൽ ചിലപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അലർജി കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് യെസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് ഉത്തരം യെസ് എന്നാണ്. ഒരു കാർഡ് എടുക്കാം. നോ നീഡ് ടു വറി. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം ഉള്ളത് നോക്കാം. ലവേഴ്സൊക്കെ ഇവിടെ കമോൺ നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കെമിസ്ട്രിയാണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആളിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവത്തില്ല. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടാവത്തില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വിട്ടിട്ട് പോകാനോ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാനോ പറ്റില്ല. കാരണം ഒരുതരം മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, നിങ്ങൾക്ക് അവരെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. സെക്കൻഡ്, റിലീജിയസ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ രണ്ടുപേരും രണ്ട് ജാതിയോ മതമോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഈ വീഡിയോ കാണുന്ന ആളാരാണോ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കാൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ അപ്ബ്രിങ്ങിങ്ങിനാണ്. അവർ വിശ്വസിക്കുന്ന ഫെയ്ത്തിനും അവർ വളർന്നു വന്ന അപ്ബ്രിങ്ങിങ് സാഹചര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരവരുടെ റിലീജിയസ് ഫാക്ടേഴ്സിനെ വിട്ടിട്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാകാനുള്ള ഒരു കാരണം റിലീജിയസ് ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത്. പ്രതീക്ഷ വയ്ക്കുക, അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക. എവറിഥിങ് വിൽ ബി ഫൈൻ. ഓക്കെ. നെക്സ്റ്റ്, forgiving and learning. As you release and heal the past, you experience more love in your present moments. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ റിലീസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ പ്രസൻറ്റ് മൊമെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ ഒരുമിച്ചുണ്ടാകുന്ന സമയങ്ങളിൽ ആനന്ദകരമാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ ഒരു ദിവസം വിട്ടിട്ട് പോകാൻ തോന്നിയാലും പോകാൻ പറ്റാത്ത വിധം ഹോൾഡ് ചെയ്ത് വെക്കുന്ന മെമ്മറീസ്, റെമിനിസൻസ് നിങ്ങൾ ഉണ്ടാക്കുക. മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.